എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ്. മിക്ക മലയാളികളുടെയും ഒരു സ്വപ്നമാണ് മൂന്നാറിൽ കുറച്ച് സ്ഥലം സ്വന്തമാക്കുക എന്നത്. എന്നാൽ ഇവിടെ സ്ഥലം കിട്ടാനില്ല എന്ന് മാത്രമല്ല, ഉള്ള സ്ഥലത്തിന് പൊന്നും വിലയുമാണ്. ഇന്ന് മൂന്നാറിൻ്റെ ക്യാപിറ്റൽ ആനച്ചാൽ മുതലുള്ള പ്രദേശങ്ങളാണ്. അവിടെ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് റിസോർട്ടുകളും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മുതുവാൻകുടിയും റിസോർട്ടുകളുടെ കേന്ദ്രമായി മാറി തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ആനച്ചാലിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാറി ചെങ്കുളം ഡാമിനോട് ചേർന്ന് സമചതുരത്തിലുള്ള നിരപ്പായ 5 ഏക്കർ ഭൂമി വിൽക്കാനായുള്ളത്. നാനാജാതി വിളകളുള്ള ഒരു കലക്കൻ കൃഷിഭൂമിയാണ് ഇതെങ്കിലും ഈ സ്ഥലത്തിന്റെ സാധ്യത നിലകൊള്ളുന്നത് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇവിടെ 4-5 വില്ലകളോ ഹട്ടുകളോ പണിതാൽ ഒറ്റ വർഷം കൊണ്ട് മുടക്കിയ പണം മുഴുവൻ തിരികെ പോക്കറ്റിൽ വീഴും. കാരണം അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള ഒരു പ്രധാന പാതയോരത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പ്ലോട്ടിന് നടുവിലൂടെ പഞ്ചായത്ത് റോഡും പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ അനിയന്ത്രിതമായ ഒഴുക്ക് ഈ സ്ഥലത്തിന് മുൻപിലൂടെയാണ്. പലപ്പോഴും റൂമുകൾ കിട്ടാത്ത സഞ്ചാരികൾ നിരാശയോടെ മടങ്ങുന്നത് ഈ വഴിക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും സാധ്യത റിസോർട്ട് പണിയുക എന്നത് തന്നെയാണ്. മുടക്കുന്ന പണത്തിന്റെ 4 ഇരട്ടി 5 വർഷം കൊണ്ട് മുതലാക്കാൻ കഴിയും. ഈ സ്ഥലത്തിന്റെ ചില അനന്ത സാധ്യതകൾ കൂടി നമുക്ക് പരിശോധിക്കാം. മൂന്നാറുമായി വളരെ അടുത്തു നിൽക്കുന്നു എന്നതുകൊണ്ടും ഏതാണ്ട് ഒരേ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെയാണ് ഇവിടെ എന്നതുകൊണ്ടും മൂന്നാറിന്റെ വികസനം എത്തി നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ഇപ്പോൾ വെള്ളത്തൂവൽ. കാരണം മൂന്നാറിൽ ഇപ്പോൾ റിസോർട്ടോ ഹോം സ്റ്റേകളോ ഒന്നും പണിയുവാൻ ഒരു തരിമ്പ് ഭൂമി കിട്ടാനില്ല. കിട്ടാനുണ്ടെങ്കിൽ തന്നെ സെന്റിന് 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണ് വില. അങ്ങനെ നോക്കുമ്പോൾ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ കോട്ടയംകാരനായ ഷാജി ചേട്ടൻ വളരെ ചെറിയ വിലയിലാണ് ഇവിടം വിൽക്കുവാനായി വെച്ചിരിക്കുന്നത്. ആനച്ചാലിലെ സ്ഥിതിയും ഏതാണ്ട് ഇതുപോലെ തന്നെ. അവിടെയാണ് തൊട്ടടുത്തുള്ള ഈ ഭൂമിയുടെ സാധ്യത. കാരണം വെള്ളത്തൂവലിൽ ഇത്രയും നിരപ്പായ ഒരു ഭൂമി വേറെ കാണില്ല. ഇവിടെ വഴി സൗകര്യവും ജലസൗകര്യവും എല്ലാം ഉള്ളതിനാൽ ഫാം ടൂറിസം മുതൽ റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ അങ്ങനെ എല്ലാം 100% വിജയിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, പ്ലോട്ടുകളായി തിരിച്ച് വില്ലകൾ പണി കഴിപ്പിച്ച് വിൽക്കുവാൻ പറ്റിയ ഭൂമിയാണ് ഇത്. കൃഷിഭൂമിയായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ വിളകൾക്കൊപ്പം ടൂറിസം കൂടി ഉപയോഗപ്പെടുത്തിയാൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ഇനി റിസോർട്ട് പണിയുക എന്ന് ഉദ്ദേശിച്ചാണ് ഇത് വാങ്ങുന്നതെങ്കിൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും കൃഷിവിളകളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നികത്തുവാനും കഴിയും. വിളകളെ എല്ലാം പരിചയപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണ ബോധ്യമാവും. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം ഒരു അക്ഷയ ഖനിയാണെന്ന്. വെള്ളത്തൂവൽ വില്ലേജിൽപ്പെട്ട വെള്ളത്തൂവൽ മൂന്നാർ റൂട്ടിൽ മുതുവാൻകുടിയോട് ചേർന്ന് കുത്തുപാറയിലാണ് ഈ 5 ഏക്കർ ഭൂമി. മെയിൻ റോഡിൽ നിന്ന് വെറും 500 മീറ്റർ നടന്നാൽ ഇങ്ങോട്ടേക്ക് എത്താം. വലിയൊരു ടാർ റോഡിന് ഇരുവശത്തുമായി 2.5 ഏക്കർ അപ്പുറത്തും 2.5 ഏക്കർ ഇപ്പുറത്തുമായാണ് ഈ സ്ഥലം കാണാൻ കഴിയുക. വെള്ളത്തൂവൽ പഞ്ചായത്തിൽ തന്നെ ഇത്രയും നിരപ്പായ സ്ഥലം വേറെ കാണില്ല. അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രധാന സവിശേഷത.
ഇത് ഒരുമിച്ചും 2 പ്ലോട്ടുകളുമായി മുറിച്ചു വിൽക്കുവാൻ ഉടമസ്ഥന് പദ്ധതിയുണ്ട്. ഒപ്പം ഈ സ്ഥലത്തിന്റെ മുഴുവൻ പേപ്പർ ഭാഗവും പക്കായുമാണ്. അതുപോലെ വലിയൊരു തുക മുടക്കി സ്ഥലത്തിന്റെ അതിരുകളൊക്കെ തിരിച്ച് മുള്ളുവേലിയും സ്ഥാപിച്ചിട്ടുണ്ട്. ടൂറിസം സാധ്യത ഏറെയുള്ള ഈ സ്ഥലത്തിന്റെ പ്രധാന സവിശേഷത വറ്റാത്ത ജലമാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു കൃഷിയിടം മേടിക്കുമ്പോൾ അല്ല ഒരു സ്ഥലം മേടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. ഇവിടെ ബോർവെല്ലിൻ്റെ ആവശ്യമേ ഇല്ല. ഓപ്പൺ വെല്ല് എന്ന് പറഞ്ഞാൽ 20 അടി താന്ന് കഴിച്ചപ്പോൾ, ഈ മുതുവേനക്ക് 20 അടി താത്ത് കഴിച്ചപ്പോൾ നല്ല അടിപൊളി വെള്ളം, കണ്ണുനീര് പോലെയുള്ള വെള്ളമുണ്ട്. ആ ഒരു കുളമാണിത്. ഈ കഴിഞ്ഞ ദിവസം കുത്തിയതാണ്. ഇതിനപ്പുറത്ത് വേറൊരു വലിയ കുളമുണ്ട്. അപ്പോൾ ഇത് കൃഷി ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഏലച്ചെടി കൂടുതലായിട്ട് വന്നുകൊണ്ട് കുത്തിയതാണ്. അപ്പോൾ നമുക്ക് ആ കുളമൊന്ന് കാണാം. ജെയിംസേനെ കഷ്ടപ്പെട്ട് വെള്ളത്തിനുള്ള നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് പൊക്കുന്നുണ്ട്. കണ്ടോ, ഇത് എത്ര അടി വെള്ളമുണ്ട്? 7 അടി വെള്ളമുണ്ട്. എത്ര അടി താഴ്ചയുണ്ട്? മൊത്തം 20 അടി താഴ്ചയുണ്ട്. 7 അടിയോളം വെള്ളമുണ്ട്. അതായത് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊന്ന് രാവിലെ അതെ, നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ അറിയാം രാവിലെ അടിച്ച, കാരണം ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. 7 അടി അല്ല, ഒരു 10-20 അടി വെള്ളം, 20 അല്ല, 10 അടി 15 അടിയോളം വെള്ളം കയറി കിടപ്പുണ്ട്. ഇത്രയും വെള്ളം അടിച്ച് മാറ്റിയതാണ്. പിന്നെ ഇത് വൈകിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത്രയും വെള്ളം ആവും. ഒരു ദിവസം കൊണ്ട് ഇത്രയും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുടിവെള്ളം അല്ലാതെ തന്നെ നേരത്തെ കൃഷിയിടത്തിൽ മൊത്തം നനച്ചുകൊണ്ടിരുന്ന ഈ ഒരു ഒറ്റ കുളത്തിൽ നിന്നായിരുന്നു. ഇത് നിങ്ങളൊന്ന് ആലോചിക്കണേ, ഇതിപ്പോൾ ഫെബ്രുവരി മാസം അല്ല മാർച്ച് മാസം കടും വേനലാണ്. ഇവിടെ മഴ പോലും പെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ഇതിപ്പോൾ കണ്ടോണം. ഇപ്പം നമ്മളിതൊന്ന് പൊക്കി കാണിക്കാൻ പോകുന്നു. ഒന്ന് പൊക്കി കാണിച്ച് ചെയ്യും ചേട്ടാ, ആളുകളൊന്ന് ഞെട്ടട്ടെ. കാണുന്നവരൊന്ന് ഞെട്ടട്ടെ, അങ്ങോട്ട് നോക്കട്ടെ. ഇത് കണ്ടോണം, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം. ഇതിപ്പോൾ നമ്മൾ ഈ പച്ചഞ്ഞെറ്റ് പൊക്കുകയാണ്. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കിയേ, ഇത് നിറച്ചു വെള്ളം. ഇതിന് നല്ല താഴ്ചയുണ്ട് കേട്ടോ, 20 അടി താഴ്ചയുണ്ട്. അതായത് ഏകദേശം ഒരു 16 അടിക്ക് മുകളിൽ വെള്ളം ഇപ്പോഴും കിടപ്പുണ്ട്. ഇത് കുടിവെള്ളമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ കൃഷിയിടത്തിലേക്കുള്ള മൊത്തം എത്ര അടിച്ചാലും വറ്റാത്തത്ര വെള്ളം. ഇവിടെ ബോർവെൽ എന്ന് പറഞ്ഞ സാധനം അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവനെ ഓടിച്ചിട്ട് തള്ളണം, അത്രയും വെള്ളം ഈ ഒരു കൃഷിയിടത്തിലുണ്ട്. കൃഷിവിളകളെ പരിശോധിച്ചാൽ അവയിൽ ആദ്യം പരിചയപ്പെടേണ്ടത് 1500ഓളം വരുന്ന ഏലച്ചെടികളെയാണ്. ഇവയെല്ലാം തന്നെ 1ാം വർഷ ഞള്ളാനി ചെടികളുമാണ്. അടുത്ത വർഷം മുതൽ തന്നെ വലിയ ആദായത്തിലേക്ക് ഇവ എത്തുകയും ചെയ്യും. ഈ ഏലച്ചെടികളിൽ നിന്ന് ശരാശരി 3000 കിലോ ഉണക്ക ഏലക്ക പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുവാനും സാധിക്കും. ഇപ്പോഴത്തെ വില വെച്ച് കണക്ക് കൂട്ടിയാൽ 90 ലക്ഷം രൂപയുടെ ആദായം ഇതിൽ നിന്ന് തന്നെ ഒറ്റ വർഷം ലഭിക്കും. അടുത്തതായി ഉള്ളത് ഹൈബ്രിഡ് ഇനങ്ങൾ മുതൽ നാടൻ ജാതികൾ വരെ അടങ്ങിയ 200-ലധികം ജാതി മരങ്ങളാണ്.
ഇവയിൽ നിന്ന് പ്രതിവർഷം 10 ലക്ഷം രൂപയുടെ വരുമാനവും ഇവിടെയുണ്ട്. ഇൻഡർസി മംഗള ഇനത്തിൽപ്പെട്ട 150ഓളം അടയ്ക്കാമരങ്ങളും പലയിടങ്ങളിലായി നട്ടുപരിപാലിക്കുന്നു. കൂടാതെ 60 മാംഗോസ്റ്റിൻ മരങ്ങൾ, 20 റംബൂട്ടാൻ മരങ്ങൾ തുടങ്ങി പലതരം പഴവർഗ്ഗ ചെടികളുടെ തോട്ടവും കാണാം. കൃഷിയിടത്തിൽ പലയിടങ്ങളിലായി 80ലധികം തെങ്ങിനങ്ങളും ഉണ്ട്. കുറ്റ്യാടി തെങ്ങുകളും ലക്ഷദ്വീപിൽ നിന്ന് എത്തിച്ചിരിക്കുന്ന മൈക്രോ ലക്കിടി കുള്ളൻ തെങ്ങുകളുമാണ് ഇവയിൽ ഏറെയും. ഈ തെങ്ങുകളൊക്കെ ഇടതൂർന്ന് വളരുകയും ചെയ്യുന്നു. കൂടാതെ 7 കുരുമുളക് ചെടികൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അതിനൊപ്പം തന്നെ 1000ഓളം കുരുമുളക് ചെടികൾ കൂടി നടാനുള്ള പദ്ധതിയും തയ്യാറാക്കിയിരിക്കുന്നു. താങ്ങുമരങ്ങളായി ഉയരമുള്ള സിൽവർ ഓക്ക് മരങ്ങളും കൃഷിയിടത്തിന്റെ പല ഭാഗങ്ങളിലായി ഇവിടെയുണ്ട്. ഒപ്പം 45ഓളം ഗ്രാമ്പൂ മരങ്ങളും. ഫലവൃക്ഷങ്ങളായ മാവ്, പ്ലാവ്, ഓറഞ്ച്, മുസാമ്പി എന്നിവയ്ക്കൊപ്പം കുടംപുളി മരങ്ങളെയും ഇവിടെ കാണാം. അതിനൊപ്പം തന്നെ വലിയൊരു റബ്ബർ തോട്ടവും ഉണ്ട്. അതിനിടയിലായി ഏലകൃഷിയും.
താമസയോഗ്യമായ വീട്, പണിക്കാർക്ക് താമസിക്കുവാനുള്ള ഷെഡുകൾ, വീടിന് പുറകിലായി ജാതിക്കായകളും ഏലക്കായും ഉണക്കുവാനുള്ള ഡ്രയറുകൾ എന്നിവയൊക്കെയും ഇവിടെയുണ്ട്. എങ്ങനെ പോയാലും ഇപ്പോഴത്തെ വിളകളുടെ വില വെച്ച് 1 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം ഇവിടെ നിന്ന് പ്രതിവർഷം ലഭിക്കുകയും ചെയ്യും. എന്നാൽ അതിനേക്കാൾ ഉപരി ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളാണ് ഈ സ്ഥലത്തിന്റെ സവിശേഷത. വില്ലകൾ പണിയുവാനും ഹോം സ്റ്റേ, റിസോർട്ട് എന്നിവ പണിയുവാനും പറ്റിയ ഒരു ഭൂമിയാണ് ഇത്. വലിയ നിർമ്മാണ ചെലവൊന്നും ഉണ്ടാവാനും ഇടയില്ല. കാർഷിക വരുമാനത്തെക്കാൾ ഉപരി സാമ്പത്തികമായി മെച്ചമുണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ സ്ഥലം സഹായിക്കാൻ പോകുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ജലസേചനത്തിനായി വാട്ടർ ടാങ്കുകൾ, എല്ലായിടത്തും ജലം എത്തിക്കുവാനുള്ള സംവിധാനം, അതൊക്കെ ഇവിടെ കാണാം. സത്യം പറഞ്ഞാൽ വാങ്ങുന്ന ആൾക്ക് ഒരിക്കലും നഷ്ടം വരാത്ത ഭൂമിയാണ് ഇത്. ഈ സ്ഥലത്തിന്റെ വിലഭാഗവും ലൊക്കേഷനും കൂടുതൽ വിവരങ്ങളും ഒക്കെ അറിയുവാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഉടമസ്ഥനായ കോട്ടയംകാരൻ ഷാജിച്ചേട്ടൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഏതെങ്കിലും കാരണത്താൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മറ്റു നമ്പറുകളിൽ ബന്ധപ്പെടുക.